ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം നമുക്കൊന്നെടുക്കാവോ? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം. ആദമിനെ സൃഷ്ടിച്ച ശേഷം ആദമിനെ ഏദൻ തോട്ടത്തിൽ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നന്മയുടെയും തിന്മയുടെയും വൃക്ഷമുണ്ട്, ജീവൻ്റെ വൃക്ഷമുണ്ട്. എന്നിട്ട് ദൈവം എന്ത് പറഞ്ഞു? കഴിക്കുന്ന നാൾ നീ മരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നന്മയുടെയും തിന്മയുടെയും വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുതെന്ന് ആദമിനോട് ദൈവം പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ കൂടെ ചേർത്തൊരു കാര്യം പറഞ്ഞു, തിന്നുന്ന നാളിൽ നീ മരിക്കും. ആദം ആ പഴം കഴിച്ചോ? കഴിച്ചു. മരിച്ചോ? അപ്പോൾ എന്താണ് ആ മരണം? അവിടെ ദൈവം പറഞ്ഞത് എന്താ? അത് കഴിക്കുന്ന നാളിൽ നീ മരിക്കും. ദൈവം പറയുന്നതിന് മാറ്റം വരത്തില്ലല്ലോ, അല്ലേ? അപ്പോൾ ദൈവം തന്നെയാണ് നേരിട്ട് ആദമിനോട് പറയുന്നത്, ഈ പഴം കഴിച്ചാൽ നീ മരിക്കും, ആ നാളിൽ നീ മരിക്കും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് മരിക്കുമെന്നല്ല, ഒരു പീരീഡ് കഴിഞ്ഞ് മരിക്കുമെന്നല്ല, ആ കഴിക്കുന്ന നാളിൽ നീ മരിക്കുന്ന വാക്യത്തിൽ പറയാം. പക്ഷെ നമുക്കറിയാം ആദം ആ പഴം കഴിച്ചു. പക്ഷെ മരണം സംഭവിച്ചതായിട്ട് ബൈബിൾ പറയുന്നില്ല. അപ്പോൾ ദൈവം പറഞ്ഞത് തന്നെയാണ്, മാറ്റം ഉണ്ടാകത്തില്ല. അപ്പോൾ എന്തായിരിക്കും അവിടെ പറഞ്ഞിരിക്കുന്ന മരണം? ഫിസിക്കൽ ഡെത്താണോ? അല്ല. പിന്നെ എന്തായിരിക്കും ആ മരണം? സ്പിരിച്വൽ ഡെത്താണോ? സ്പിരിച്വൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്രയും നാൾ മതം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നമ്മൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്പിരിറ്റ് അകത്തുനിന്ന് പോയി, അപ്പോൾ ആത്മീയമായി അവൻ മരിച്ചു എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ അതൊരു കൺസെപ്റ്റ് മാത്രമല്ലേ ആകുന്നുള്ളൂ. ശരിക്കും എന്താ സംഭവിച്ചത്? ആക്ച്വലി എന്താ സംഭവിച്ചത്? ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ ഊഹാഭോഗങ്ങളിൽ നിന്ന് സംസാരിക്കാറില്ല, അല്ലെങ്കിൽ ഒരാളിന് മനസ്സിലായിക്കോളും എന്നുള്ള രീതിയിലും സംസാരിക്കാറില്ല. വസ്തുനിഷ്ഠമായിട്ട് എന്താണ് ആ മരണം? ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അവിടെ സംഭവിച്ചത്? അത് ആത്മീയമായിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? ആത്മീയമായിട്ട് മരിച്ചു എന്ന് പറഞ്ഞ ഒരു സെൻറ്റൻസ് പറയുന്നു. അപ്പം ഇത് കേൾക്കുന്നത് പലരും പല രീതിയിൽ ഊഹിക്കാം. ആത്മീയമായിട്ടുള്ള മരണത്തെക്കുറിച്ച് ഓരോരുത്തരും മനസ്സിലാക്കുന്ന ഒരു രീതിയിലായിരിക്കാം. പക്ഷെ എന്താണ് ഈ ആത്മീയമായ മരണം? അവിടെ സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ. ദൈവം ജീവിക്കാൻ ആഗ്രഹിച്ച ആത്മാവിൻ്റെ കൾച്ചറിലുള്ള ജീവിതത്തിനകത്ത് അവൻ മരിക്കപ്പെടുകയും ദൈവം ആഗ്രഹിക്കാത്ത നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ ലൈഫ് കൾച്ചറിൽ അവൻ ജീവിതം തുടരുകയും ചെയ്തു. അപ്പോൾ ഏത് മരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ആഗ്രഹിച്ച ആത്മാവിൻ്റെ ജീവിത നിലവാരത്തിലുള്ള ജീവിതത്തിനകത്ത് നിന്ന് അവൻ മരിക്കപ്പെട്ടു. ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കൾച്ചറിൽ അവൻ മരിക്കുകയും അവൻ ആഗ്രഹിച്ച കൾച്ചറിൽ അവൻ ജീവിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവം എന്താണോ അവനെക്കുറിച്ച് ആഗ്രഹിച്ചത് അതിൽ അവനിപ്പോൾ എന്ത് ചെയ്തിരിക്കുക? മരിച്ചിരിക്കുക. എന്തുകൊണ്ടാണ് മരിച്ചത്? അറിവിൻ്റെ, നന്മയുടെയും തിന്മയുടെയും അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം. ആ വൃക്ഷം എന്ന് പറയുന്നത് വൃക്ഷമല്ല, അതെന്താണ്? നന്മയുടെയും തിന്മയുടെയും അറിവ്. ആ അറിവിൻ്റെ ഫലം അതവൻ്റെ ഉള്ളിലേക്ക് കയറിയതാണ്. അതിലവൻ തുടരാനും മറ്റതിൽ നിന്നവൻ മാറാനുള്ള കാരണം. അപ്പോൾ എന്താണ് ആ മരണം? ദൈവം ആഗ്രഹിച്ച ജീവിത നിലവാരത്തിൽ നിന്ന് അവൻ മരിക്കപ്പെട്ടു. അപ്പോൾ അത് ക്ലിയറായോ? ഓക്കെ. അപ്പോൾ അപ്പോഴും ഒരു കാര്യം അവൻ്റെ ജീവിതത്തിനകത്ത് പെൻഡിങ് ആയിരുന്നു. എന്താണ്? ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിച്ചൊരു ജീവിത നിലവാരമുണ്ട്. ആ ജീവിത നിലവാരത്തിലേക്ക് ആദമിൽ തുടങ്ങിയ ഒരു മനുഷ്യനും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ആ മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫൈൻ. അപ്പോൾ ഈ മരണം ക്ലിയറായി. അത് എന്ത് മരണമല്ല? ആക്ഷരികമായിട്ടുള്ള ഫിസിക്കൽ ഡെത്ത്, ഭൗതിക മരണം അല്ല. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വേണം യേശുവിൻ്റെ മരണത്തെക്കുറിച്ചും ചിന്തിക്കാൻ. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചിന്തിച്ചാലേ യേശുവിൻ്റെ മരണം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇല്ലെങ്കിൽ യേശുവിൻ്റെ മരണം എന്താണെന്ന് മനസ്സിലാകത്തില്ല. ഇപ്പോഴും നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് യേശുവിൻ്റെ മരണം ഏത് മരണമെന്നാണ്? ഫിസിക്കൽ ഡെത്ത് എന്നുള്ളതാണ്, ഭൗതിക മരണം എന്നുള്ള കാര്യമാണ്. ബൈബിൾ പ്രതിപാദിക്കുന്ന കാര്യങ്ങളൊന്നും ഭൗതികമല്ല. ബൈബിളിൽ പറയുന്ന ഒരു വാക്യം പോലും, ഒരു സെൻറ്റൻസ് പോലും, ഒരു വാക്ക് പോലും ഭൗതികമല്ല. എല്ലാം ആത്മീകമാണ്. അപ്പോൾ പഴയ നിയമത്തിനകത്ത് ഉൽപ്പത്തിക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ആത്മീയമാണെങ്കിൽ പുതിയ നിയമത്തിനകത്ത് പറഞ്ഞിരിക്കുന്നതും ആത്മീകം തന്നെ. അപ്പോസ്തല പ്രവൃത്തിയിൽ 5-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം. അപ്പോൾ ഈ സത്യവേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ എന്നെഴുതിയിരിക്കുന്നത്. ഞാൻ എൻ്റെ ഇംഗ്ലീഷ് വേർഷൻ കൂടെ എടുക്കട്ടെ. ഇംഗ്ലീഷ് വേർഷനിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ദ ഗോഡ് ഓഫ് അവർ ഫാദർ റൈസ്ഡ് അപ്പ് ജീസസ് whom you have put to death by hanging him on a tree. മരത്തിൽ തൂക്കിക്കൊന്ന
യേശുവിനെ. അപ്പോൾ യേശുവിനെ എവിടെയാണ് തൂക്കിക്കൊന്നത്? അപ്പോൾ കുരിശെന്ന് പറയുന്നത് എന്താ? അപ്പോൾ ഇതും ഒരു കൺസെപ്റ്റാണ്. അന്ന് ഒരു മരം പറഞ്ഞു. ഏതാ മരം? അറിവിൻ്റെ മരം. അതൊരു മരമാണോ? അല്ല, അതൊരു കൺസെപ്റ്റാണ്. സോ അറിവിൻ്റെ മരം. അപ്പോൾ ശരിക്കും അവിടെ ഒരു മരമില്ല, അതൊരു കൺസെപ്റ്റാണ്. അറിവ് എന്ന് പറയുന്നതിൻ്റെ സോഴ്സ്, നന്മയുടെയും തിന്മയുടെയും സോഴ്സ്. ആ സോഴ്സിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രീ എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചത്. സോ പുതിയ നിയമത്തിലേക്ക് വരുമ്പം ഇവിടെയും ഒരു ട്രീയെക്കുറിച്ച് പറയുന്നുണ്ട്, യേശുവിനെ തൂക്കിക്കൊന്ന മരം. അപ്പോൾ ഇതും ഒരു മരമല്ല, അതൊരു കൺസെപ്റ്റാണ്. ഇനി ആ മരത്തിനെ റിഫൈൻ ചെയ്താണ് കുരിശ് കൊണ്ടുവന്നിരിക്കുന്നത്. കുരിശുണ്ടാക്കുന്ന മരത്തിലാണ്. ആ കുരിശ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ശിക്ഷാവിധി നടപ്പാക്കിയിരുന്നത്, റോമൻ സാമ്രാജ്യത്തിനകത്ത് ചില വ്യക്തികളെ കൊല്ലാനായിട്ട് ശിക്ഷ നടപ്പാക്കിയിരുന്നത് കുരിശിൽ തറച്ച് കൊല്ലുവാണ്. അപ്പോൾ കുരിശ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് മരത്തിനെയാണ്. അപ്പോൾ കുരിശെന്ന് പറഞ്ഞാലും മരമെന്ന് പറഞ്ഞാലും അത് ഒരു പ്രതീകമാണെന്ന് കാണാൻ പഠിച്ചാലേ യേശുവിൻ്റെ മരണം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇവിടെ ആര് തൂക്കിക്കൊന്നുവെന്നാണ് എഴുതിയിരിക്കുന്നത്? യഹൂദന്മാർ, മതപ്രമാണികൾ യേശുവിനെ തൂക്കിക്കൊന്നുവെന്നാണ്. അപ്പോൾ ഇവിടെ ഏതായി മരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഉൽപ്പത്തിയിൽ ഏതായിരുന്നു മരം? അറിവിൻ്റെ സോഴ്സായിരുന്നു ആ മരം. അപ്പോൾ ജീസസിനെ കുറിച്ച് പറയുന്നത് അവൻ ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ടവനായി ജനിച്ചു എന്നാണ്. എന്താണ് ന്യായപ്രമാണം? അറിവിൻ്റെ അല്ലെങ്കിൽ നന്മയുടെയും തിന്മയുടെയും തിരിച്ചറിവ് തന്നെയാണ് ന്യായപ്രമാണം. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഗുഡ് ആൻഡ് ഈവിൾ, ഡൂസ് ആൻഡ് ഡോൺസ്, ഇത് പ്രതിപാദിക്കുന്ന ഒരു കാര്യമാണ് ന്യായപ്രമാണം, ലോസ്. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ കീഴെ യേശു ജനിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ന്യായപ്രമാണത്തിന് യേശുവിൻ്റെ മേൽ കർത്തൃത്വം ഉണ്ടായിരുന്നു. ആ മതവ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ടാണ് യേശു ജനിച്ചത്. അപ്പോൾ ആ മതവ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ട് ജനിച്ചിട്ട് യേശു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത് ഈ ന്യായപ്രമാണത്തിൻ്റെ അകത്ത് നിന്നല്ല. ആ ന്യായപ്രമാണത്തിൻ്റെ അകത്ത് നിന്ന് മാറി ഏദനിൽ ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിച്ച ദൈവത്തിൻ്റെ കൾച്ചറിൽ, ആത്മപ്രമാണത്തിൽ, ഡിവൈൻ കൾച്ചറിൽ ജീവിക്കാനായിട്ട് യേശു 30-ാമത്തെ വയസ്സിൽ തുടങ്ങി. ഏതിൽ നിന്ന് മാറി? ന്യായപ്രമാണത്തിൽ നിന്ന് മാറി. അപ്പോൾ യേശു ന്യായപ്രമാണത്തിൽ നിന്ന് മാറിയപ്പോൾ, ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ ജീവിക്കാൻ ആരംഭിച്ചപ്പോൾ അതിൽ തുടരാനായിട്ട് ആര് അനുവദിക്കുന്നില്ല? അവിടുത്തെ മതപ്രമാണികൾ, മതവക്താക്കൾ അനുവദിക്കുന്നില്ല. അപ്പോൾ യേശുവിനെ അതിൽ ജീവിക്കാൻ അനുവദിക്കാതെ അവർ ഏതിൽ തൂക്കിയിടുവാണ്? ഈ ന്യായപ്രമാണ വ്യവസ്ഥയ്ക്കകത്ത് തൂക്കിയിടുകയാണ്. ഇതിനാണ് ഉൽപ്പത്തിയിൽ അറിവിൻ്റെ മരം എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ആ മരത്തിൽ തൂക്കാനായിട്ട് ആര് ശ്രമിക്കുന്നു? യഹൂദന്മാർ ശ്രമിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം പഴയ നിയമത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നൊരു വാക്യമുണ്ട്. ഞാൻ അതും കൂടെ എടുത്ത് കാണിച്ചു തരാം. ഡ്യൂട്രോണമി, ആവർത്തനം 21:23. ഇനി അതേ കാര്യം ഗലാത്യർ 3:13. ഓക്കെ, വായിക്കട്ടെ. ഗലാത്യർ 3:13 എഴുതിയിരിക്കുന്നത്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എന്നിട്ട് അടുത്ത വാക്യം ഇങ്ങനെയാണ്, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ആ വാക്യം എല്ലാം വിലപ്പെട്ട പോയിന്റുകളാണ് എഴുതിയിരിക്കുന്നത്, ഓരോന്നും. ഒന്നുകൂടെ വായിക്കാം. മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ. എവിടെ എഴുതിയിരിക്കുന്നു? ആവർത്തന പുസ്തകം 22-23 വാക്യങ്ങളിൽ മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടെന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇന്ന് ആ കോട്ടാണ് എവിടെ എഴുതിയിരിക്കുന്നത്? ഗലാത്യർ 3:13 എഴുതിയിരിക്കുന്നത്. അങ്ങനെ മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ എന്ത് ചെയ്തു എന്നാൽ ക്രിസ്തു നമുക്ക് വേണ്ടി എന്തായി തീർന്നു? ശാപമായി തീർന്നു. അതിൻ്റെ അർത്ഥം എന്താ? ക്രിസ്തു എവിടെ തൂങ്ങി? മരത്തിൻ്റെ മേൽ തൂങ്ങി. ഏത് മരം? ന്യായപ്രമാണം എന്ന് പറയുന്ന ആ നന്മയുടെയും തിന്മയുടെയും അറിവിൻ്റെ വൃക്ഷത്തിൽ ആര് തൂങ്ങി നിൽക്കുകയപ്പോൾ? യേശു. ആര് തൂക്കിയിട്ടെ? മതവക്താക്കൾ തൂക്കിയിട്ടു. നീ ഇതിൽ കിടന്ന് പോയാൽ മതി, നീ മറ്റു കൾച്ചറിൽ ജീവിക്കാൻ നീയും ശ്രമിക്കണ്ട, അതിനകത്ത് ഞങ്ങളെയും ശ്രമിപ്പിക്കണ്ട, അത് നിൻ്റെ പോക്കറ്റിൽ തന്നെ കിടക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടത് ഏതാ? നന്മയുടെ തിന്മയുടെ അറിവിൻ്റെ സോഴ്സ് മതി, ന്യായപ്രമാണം മതി.
അപ്പോൾ ഉൽപ്പത്തിയിൽ എന്താണോ ദൈവം ആഗ്രഹിക്കാത്തത് അത് ആദാം തിരഞ്ഞെടുത്തതുപോലെ ഇപ്പോഴും മതവക്താക്കൾ ഏതിൽ തന്നെ നിൽക്കുകയാണ്? ആ അറിവിൻ്റെ സോഴ്സിൽ തന്നെ നിൽക്കുകയാണ്. ജീസസിനെയും പിടിച്ച് അതിനകത്ത് അനങ്ങാൻ പറ്റാതെ. ഏതിൽ അനങ്ങാൻ പറ്റാതെ? ദൈവം ആഗ്രഹിക്കുന്ന ജീവിതക്രമത്തിനകത്ത് മുമ്പോട്ട് പോകാനായിട്ട് അനുവദിക്കാതെ എവിടെ തൂക്കിയിട്ടയ്ക്കുവാണ്? ഈ ന്യായപ്രമാണ വ്യവസ്ഥയിൽ യേശുവിനെ കൊണ്ട് തൂക്കിയിട്ടയ്ക്കുവാണ്. ക്ലിയറായോ? അപ്പോൾ യേശുവിന് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ദൈവവ്യവസ്ഥയിൽ ജീവിക്കാനായിട്ട് പറ്റുന്നില്ല. ആര് സമ്മതിക്കുന്നില്ല? അവിടുത്തെ നേതാക്കന്മാർ, സഭാവക്താക്കൾ അല്ലെങ്കിൽ അന്നത്തെ മതവക്താക്കൾ അനുവദിക്കുന്നില്ല. ഇതാണ് യേശുവിൻ്റെ ക്രൂശ് മരണം. ജീസസിനെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യാൻ പറ്റാതെ ആ വീർപ്പ് മുട്ടുന്ന അവസ്ഥ, ഒന്നും ചെയ്യാൻ പറ്റാതെ നിശ്ചലമായിട്ടിരിക്കുന്ന അവസ്ഥ, ഇതാണ് യേശുവിൻ്റെ കഷ്ടാനുഭവം എന്ന് പറയുന്നത്, പീഠാനുഭവം എന്ന് പറയുന്നത്. അവർ പീഡിപ്പിക്കുകയാണ്. അപ്പോൾ പീഠാനുഭവങ്ങളെന്ന് പറയുന്നത് ഫിസിക്കലി നടന്ന കാര്യങ്ങളല്ല. യേശുവിനെ അടിച്ചു എന്ന് പറയുന്നത് ശരീരത്തിലല്ല. യേശുവിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെയായിരുന്നു ആടി. യേശുവിൻ്റെ ദൗത്യത്തിനെതിരെയായിരുന്നു ആടി. ആ നിശ്ചലാവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരണാവസ്ഥ എന്ന് പറയുന്നത്. കണക്റ്റായോ? അപ്പോൾ ഉൽപ്പത്തിയിലുള്ള സാധനം എന്താണെന്ന് മനസ്സിലാകാതെ ഈ സാധനം എന്താണെന്ന് മനസ്സിലാകത്തില്ല. അപ്പോൾ ക്രൂശ് പ്രതിനിധീകരിക്കുന്നത് അന്നത്തെ മരത്തെയാണ്. അത് മരം കൊണ്ടുണ്ടാക്കിയത് കൊണ്ടാണ് അത് സിംബോളിക്കായിട്ടിരിക്കുന്നത്. അതല്ലാതെ യേശുവിനെ പിടിച്ച് എന്ത് ചെയ്തിട്ടില്ല? ഒരു ക്രൂശിൽ തറച്ച് ഫിസിക്കലി അവനെ കൊല്ലാനായിട്ട് നോക്കിയിട്ടില്ല. ക്ലിയറായോ? അപ്പോൾ ഇനി അടുത്ത് വരേണ്ടത് ഉയർപ്പിനെ കുറിച്ചുള്ള സംശയമാണ്. മരണത്തെക്കുറിച്ചുള്ള സംശയം മാറിയെങ്കിൽ ഇനി ഏതിനെക്കുറിച്ചുള്ള സംശയം മാറണം? ഉയർപ്പിനെ കുറിച്ചുള്ള സംശയം മാറണം. ഉയർപ്പെന്ന് പറയുന്നത് യേശു തന്നിൽ നിക്ഷേപിച്ച അല്ലെങ്കിൽ തന്നിൽ ദൈവം പകർന്നു നൽകിയ ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് ഈ നിശ്ചലാവസ്ഥയെ, ഈ മരിച്ച അവസ്ഥയെ, അല്ലെങ്കിൽ അവർ തൂക്കിയിട്ടിരിക്കുന്ന, പ്രവർത്തിക്കാൻ അനുവദിക്കാതെ നിശ്ചലമാക്കി വെച്ചിരിക്കുന്ന അവസ്ഥയെ ദൈവം തന്നിലിട്ടിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി കൊണ്ട് പൊട്ടിച്ചു കളഞ്ഞിട്ട് പിന്നെ യേശു ആത്മാവിൻ്റെ കൾച്ചറിൽ ജീവിക്കുകയും മറ്റുള്ളവരെ ജീവിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്ന ആ കാര്യമാണ് ഉയർപ്പെന്ന് പറയുന്നത്. അല്ലാതെ ഏതല്ല, ഒരു ഫിസിക്കൽ ഡെത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നതല്ല. മതവക്താക്കൾ അടച്ചു വെച്ച പ്രവർത്തനത്തിൻ്റെ ആ ഒരു നിശ്ചലാവസ്ഥയിൽ നിന്ന്, പ്രവർത്തിക്കാൻ അനുവദിക്കാതെ വെച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം ആഗ്രഹിച്ച ദൗത്യ നിർവഹണത്തിലേക്ക് യേശുക്രിസ്തു പൂർവാധികം ശക്തിയോട് തിരിച്ചു വന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഉയർപ്പെന്ന് പറയുന്നത്. യേശു 30-ാമത്തെ വയസ്സ് തൊട്ടാണ് ശരിക്കും ആ ദൈവിക വ്യവസ്ഥയിലേക്ക് കയറുന്നത്. അത് കഴിഞ്ഞ് 3.5 വർഷം പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ യേശു 30 വയസ്സ് മുതൽ 33 വയസ്സ് വരെ പ്രവർത്തിച്ച ആ ഒരു 3.5 വർഷത്തെ കാലഘട്ടം പീഡനങ്ങളുടെ, കഷ്ടപ്പാടുകളുടെ, സഹനത്തിൻ്റെ കാലയളവായിരുന്നു. അപ്പോൾ യേശുവിനെ 3.5 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഈ 3.5 വർഷത്തിൻ്റെ പ്രതീകമാണ്. അവിടെ 3 ദിവസം എന്ന് പറയുന്നത് ഈ 3.5 വർഷത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ 3.5 വർഷം യേശു എന്ത് ചെയ്തു? വളരെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് തൻ്റെ ദൗത്യ നിർവഹണം ചെയ്യുന്നത്. യേശുവിൻ്റെ ലൈഫിനകത്ത് ഉണ്ടായ പ്രതിസന്ധികളും പീഡനങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളെയൊക്കെയാണ് ആ ഇരുണ്ട അവസ്ഥയെന്നൊക്കെ പറഞ്ഞിട്ട്, സൂര്യൻ ഇരുണ്ടുപോയി, ചന്ദ്രൻ പ്രകാശം കൊടുത്തില്ല, മങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നതെല്ലാം ആ ജീവിത അവസ്ഥയെക്കുറിച്ച് പറയുന്നതാണ്. യേശുവിന് വേണമെങ്കിൽ മതപുരോഹിതന്മാർ ജീവിച്ചതുപോലെ നല്ല സൂപ്പറായിട്ട് ജീവിക്കായിരുന്നു. പക്ഷേ അത് ഏതിനകത്തായി പോവും? ആ ന്യായപ്രമാണ വ്യവസ്ഥയ്ക്ക് അകത്തായി പോവും. ദൈവം യേശുവിനെക്കുറിച്ച് ആഗ്രഹിച്ചത് അതല്ല. സോ ആ വ്യവസ്ഥയ്ക്ക് എഗൻസ്റ്റായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഈ പെർസിക്യൂഷൻ വരാൻ കാരണം. ഓക്കെ, ഇനി ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് അടുത്തൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഇതിനകത്തുള്ള ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള കാര്യം ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കൂടെ ചേർത്താണ്. നമ്മൾ റോമാലേഖനം വായിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് അപ്പോസ്തലനായിട്ട് പൗലൂസ് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളോട് പറയുന്നത്, നിങ്ങൾ യേശുവിൻ്റെ മരണത്തിലും അടക്കത്തിലും ഉയർപ്പിലും പങ്കാളിയാകണം എന്നാണ്. എങ്ങനെ നമുക്ക് യേശുവിൻ്റെ മരണത്തിലും അടക്കത്തിലും ഉയർപ്പിലും പങ്കാളിയാകാൻ പറ്റും? യേശു കുരിശിൽ മരിച്ചു എന്നുണ്ടെങ്കിൽ, ശരിക്കും അവനൊരു കല്ലറയിൽ വെച്ചുവെങ്കിൽ, ശരിക്കും ആ കല്ലറയിൽ നിന്ന് ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റ് വന്നുവെങ്കിൽ അതുപോലെ ചെയ്താലേ നമുക്ക് പങ്കാളിയാകാൻ പറ്റത്തുള്ളൂ, ഇല്ലേ? അതാണ് സത്യമെങ്കിൽ. പങ്കാളിയാകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യണ്ടേ? അതെ. ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഒരു ഉദാഹരണം ഇങ്ങനെ പറയാം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ രക്തസാക്ഷിത്വമുണ്ട്.
പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷ്യം വഹിച്ച ആൾക്കാരുണ്ട്. ഒരു തിരുവനന്തപുരത്തൊരു രക്തസാക്ഷി മണ്ഡപമുണ്ട്, ഇല്ലേ? എല്ലാ വർഷവും അവിടെ എന്ത് നടത്താറുണ്ട്? ഓർമ്മ ദിനത്തിന് പൂക്കളൊക്കെ അർപ്പിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു വ്യക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് രക്തസാക്ഷിയായി എന്നിരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തോട് ഏകീഭവിക്കണമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതുപോലെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അതുപോലെ പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്യണം? മരിക്കുകയും വേണം. ശരിയല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിനകത്ത് എന്ത് സംഭവിച്ചോ അതുപോലെ അനുവർത്തിക്കുന്നതാണ് അതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പൗലൂസ് ഇവിടെ പറയുന്നുണ്ട്, യേശു ചെയ്തതുപോലെ നിങ്ങൾ മരിക്കണം, യേശു ചെയ്തതുപോലെ നിങ്ങൾ മടക്കപ്പെടണം, യേശുവിനെ ചെയ്തതുപോലെ അല്ലെങ്കിൽ യേശുവിന് സംഭവിച്ചതുപോലെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിസിക്കൽ ആക്ട് ആണെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ ബൈബിൾ പറയുന്നത് എന്താ? അങ്ങനെ ചെയ്യണമെന്നാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ, ചെയ്യാനായിട്ട് പൗലൂസ് വളരെ ശക്തിയോടുകൂടി നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ഈവൻ്റ് അല്ല, അതൊരു ഫിസിക്കൽ ഈവൻ്റ് അല്ല. ഫിസിക്കൽ ഈവൻ്റ് ആണെങ്കിൽ നമുക്കതുപോലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു മറ്റൊരു പ്രിൻസിപ്പിളാണെങ്കിൽ അല്ലെങ്കിൽ അത് സിംബോളിക് ആണെങ്കിൽ നമുക്കതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യായപ്രമാണത്തിന് നമ്മളും മരിക്കണം. ന്യായപ്രമാണത്തിൽ നമ്മൾ മരിച്ചിട്ട് എവിടെ നമ്മൾ ഉയർക്കണം? ദൈവത്തിൻ്റെ കൾച്ചറിൽ, ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നമ്മൾ ഉയർക്കണം. അപ്പോൾ ഇന്നയോളം മതം നമ്മളെ പഠിപ്പിച്ച ഡൂസ് ആൻഡ് ഡോൺസ്, തന്മയും തിന്മയും, ന്യായപ്രമാണം, ആ വ്യവസ്ഥയ്ക്ക് നമ്മൾ മരിക്കണം. മരിച്ചിട്ട് ഏതിൽ നമ്മൾ ഉയർക്കണം? യേശുവിലുണ്ടായിരുന്ന ആത്മപ്രമാണത്തിൽ, ആത്മാവിൻ്റെ കൾച്ചറിൽ, ജീവൻ്റെ കൾച്ചറിൽ നമ്മൾ ജീവിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർപ്പിക്കണം. ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു പ്രോസസ്സുണ്ട്, അതാണ് അടക്കം. അപ്പോൾ ന്യായപ്രമാണ വ്യവസ്ഥയിൽ നിന്ന് ആത്മപ്രമാണ വ്യവസ്ഥയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കടന്നു പോകേണ്ട ചെറിയൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സാണ് അടക്കം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മുടെ ജഡജീവിതത്തിൻ്റെ ലൈഫിനെ നമ്മൾ മരിപ്പിച്ച് നശിപ്പിച്ചിട്ട് ആത്മാവിൻ്റെ ജീവിതശൈലി തമ്മിൽ രൂപപ്പെട്ട് അതിൽ ജീവിക്കണം. ഈ ഒരു പരിണാമമാണ് അടക്കത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് എവിടെയല്ല, ഫിസിക്കൽ ബോഡിയിൽ സംഭവിക്കുന്ന കാര്യമല്ല, ഇത് നമ്മുടെ ലൈഫിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു പ്രോസസ്സ് ഓൾറെഡി നമ്മിൽ നടന്നു, അതിനനുസരിച്ച് ഇനി ജീവിച്ചാൽ മതി എന്നാണ് ബൈബിൾ പറയുന്നത്. ഈ പ്രോസസ്സ് ഓൾറെഡി നടന്നെന്നാണ്. നമുക്ക് നോക്കാം. ഈ പള്ളിയിൽ പഠിപ്പിക്കുന്ന കാര്യം വളരെയധികം തെറ്റാണെന്ന് ഈ ഒരു വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തെ അധ്യായം വായിക്കുന്നതിന് മുമ്പ് ഒന്നാമത്തെ അധ്യായത്തിനകത്ത് യേശുവിൽ സംഭവിച്ച കാര്യം കൂടെ മനസ്സിലാക്കിയിട്ട് നമുക്ക് പോകാം. എഫെസ്യർ 1:20 മുതൽ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴെ ആക്കി വെച്ച് അവനെ സർവത്തിന് മീതെ തലയാക്കി. അപ്പോൾ ഈ വാക്യത്തെ പലപ്പോഴും നമ്മൾ കേട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് വീണ്ടും ശരീരത്തിൽ ജീവൻ കൊടുത്ത് ഒരു ഉയർപ്പ് നൽകി, എന്നിട്ട് ഒരു സ്വർഗാരോഹണം നൽകി ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഫിസിക്കലി സംഭവിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഫിസിക്കലി സംഭവിച്ചതാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യവും ഫിസിക്കലി സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തിലേക്ക് പോകാം, 2-ാം അധ്യായത്തിലേക്ക്. ഇത് ആരുടെ കാര്യം ഇപ്പോൾ വായിച്ചേ? യേശുവിൻ്റെ കാര്യമാണ്. ഇനി 2-ാം അധ്യായത്തിലേക്ക് പോകാം. 2-ാം അധ്യായത്തിൻ്റെ 5, 6, 7 ഞാൻ വായിക്കാൻ പോകുന്നത്. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തേശുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. ആരെ? നമ്മളെ. അപ്പോൾ നമ്മെയും ആ ന്യായപ്രമാണ വ്യവസ്ഥയ്ക്ക് മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തേശുവിനോടൊപ്പം തന്നെ നമ്മളെയും എന്ത് ചെയ്തു? ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയെന്നാണ്. ഇതെപ്പോൾ സംഭവിച്ചു? ഫിസിക്കലി സംഭവിച്ച കാര്യമാണോ? അല്ല. മരിച്ചിട്ട് സംഭവിക്കേണ്ട കാര്യമാണോ? അങ്ങനെയാണെങ്കിൽ എഴുതിയിരിക്കുന്ന പാസ്റ്റ് ടെൻസ് ആയിട്ടാണ്. അല്ല. അപ്പോൾ 1-ാം അധ്യായത്തിൽ പറഞ്ഞതും ഫിസിക്കലല്ല,
ഈ 2-ാം അധ്യായത്തിൽ നമ്മെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഫിസിക്കലല്ല. ഇതെവിടെ സംഭവിക്കേണ്ടതാണ്? നമ്മുടെ ലൈഫിൽ സംഭവിക്കേണ്ട കാര്യമാണ്. സോ ഓൾറെഡി നമ്മെക്കുറിച്ച് ദൈവം കാണുന്നത് യേശുക്രിസ്തുവിൽ ഉണ്ടായ പരിണാമം പോലെ, പരിവർത്തനം പോലെ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ഒരു പരിവർത്തനം കാണുന്നു. ആ കാണുന്ന പരിവർത്തനത്തിനകത്ത് നമ്മുടെ ജീവിതം എന്തായാൽ മതി? മാറിയാൽ മതി. അപ്പോൾ യേശുവിൻ്റെ മരണത്തിലും അടക്കത്തിലും ഉയർപ്പിലും പങ്കാളിയാകണമെന്ന് പറയുമ്പോൾ ഓൾറെഡി ആ പ്രോസസ്സ് നമ്മൾ ആക്റ്റീവായി. ഇനി ആ ലൈഫിനകത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ലൈഫ് അതുമായിട്ട് കണക്ട് ചെയ്ത് മുമ്പോട്ട് പോയാൽ മതി. അതിന് എപ്പോൾ സംഭവിക്കേണ്ട കാര്യമല്ല. യേശു 2ാമത് വരുമ്പോഴോ അന്ത്യന്യായ വിധിയിലോ പിന്നെ സ്വർഗത്തിന് പോകുമ്പോഴോ മരിക്കുമ്പോഴോ അതായത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആണാണോ പെണ്ണാണോ എന്ന് ജനിക്കുമ്പോൾ തന്നെ അറിയാം. ആണത്വം പെണ്ണത്വം എപ്പോൾ ആക്റ്റീവാകും? ഒരു 12-13 വയസ്സാകുമ്പോൾ. ജനിച്ചത് എങ്ങനെയാണ്? ആണായി അല്ലെങ്കിൽ പെണ്ണായി. പക്ഷെ ആക്റ്റീവ് ആകണമെങ്കിൽ ഒരു സമയം വേണം. അപ്പോൾ ജനിച്ചത് ആണാണെങ്കിലും ഒരു ആക്ടിവേഷൻ്റെ ആവശ്യമുണ്ട്, ജനിച്ചത് പെണ്ണായിട്ടാണെങ്കിലും ഒരു ആക്ടിവേഷൻ്റെ ആവശ്യമുണ്ട്. അതിനൊരു സമയം വെച്ചിട്ടുണ്ട് അല്ലേ? സോ ഇതുപോലെ ഗലാത്യർ ലേഖനം 4-ാം അധ്യായം പറയുന്നുണ്ട്, നമ്മൾ ജനിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ മകനായിട്ട് തന്നെയാണ്. ഗലാത്യർ 4-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അവകാശിയാണ്, ദൈവത്തിൻ്റെ മക്കളാണ്, ജനിച്ചത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു അവധി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ആ ഒരു ലൈഫ് സ്റ്റൈൽ ആക്റ്റീവ് ആകാനും ഒരു അവധി വെച്ചിട്ടുണ്ട്. സോ ആ ഒരു ടൈം പീരീഡ് എത്തുമ്പോഴേ നമ്മൾ എന്ത് സംഭവിക്കത്തുള്ളൂ? ആ ദൈവം വെച്ച പ്രോസസ്സ് ആക്റ്റീവ് ആകത്തുള്ളൂ. ക്ലിയർ? സോ അതാണ് ഈ ക്രൂശീകരണവും അടക്കവും ഉയർപ്പും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സകല മനുഷ്യരെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടും ഉയർപ്പിനോടും ഏകീഭവിക്കണമെന്ന് തന്നെയാണ്. അതെന്തല്ല, ഒരു ഫിസിക്കൽ ഇവൻ്റ് അല്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും ദുഃഖവെള്ളിയാഴ്ച കുരിശുമെടുത്ത് റോഡിൽ കൂടെ നടക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതൊരു ഫിസിക്കൽ ഇവൻ്റ് അല്ല. യേശുവിൽ അങ്ങനെ ഒരു ഫിസിക്കൽ ഇവൻ്റ് നടന്നിട്ടില്ല. കുറച്ചൊക്കെ മനസ്സിലായി? ഇത് പെട്ടെന്ന് ഈ കാര്യം പറയുമ്പോഴത്തേക്ക് വർഷങ്ങളായി നമ്മൾ കേട്ടിരിക്കുന്ന കാര്യത്തിന് വ്യത്യസ്തമായിട്ടൊരു കാര്യം പെട്ടെന്ന് പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഈ ഒരു ആശയം മനസ്സിൽ വെച്ചിട്ട് ഇനി എന്ത് ചെയ്യണം? ബൈബിളിനകത്തുള്ള വാക്യങ്ങളെ മനസ്സിലാക്കി നോക്ക്, കുറച്ചുകൂടെ ക്ലിയറാണ്. ബൈബിളിനകത്ത് നിനക്ക് കാണിച്ചു തരാമോ യേശുവിനെ 3 ആണിയിൽ ക്രൂശിൽ തറച്ചു എന്നുള്ളത്? 3 ആണിമേൽ ക്രൂശിച്ചു എന്നുള്ളത് ബൈബിളിനകത്ത് എവിടെയെങ്കിലും എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഒരിടത്തും ഇല്ല. നമ്മളെ പറ്റിച്ചതാ. 3 ആണിമേൽ യേശുവിനെ ക്രൂശിച്ചു എന്ന് ബൈബിളിനകത്ത് ഒരിടത്തും എഴുതിയിട്ടില്ല. അവൻ്റെ കയ്യിലും കാലിലും ആണി അടിച്ച് കയറ്റിയെന്നില്ല എഴുതി. നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയല്ലേ? കയ്യിലൊരാണി, ഈ കയ്യിലൊരാണി, കാലിലൊരാണി എന്നൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചത്. അങ്ങനെ ആണി അടിച്ചതായിട്ട് ബൈബിൾ പറയുന്നില്ല. പിന്നെ ഈ ഒരു കൺഫ്യൂഷൻ എവിടെ നിന്ന് വന്നെന്നറിയോ? തോമാച്ചൻ്റെ അടുത്ത് യേശു കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോഴത്തേക്ക് തോമാച്ചൻ പറഞ്ഞു, നിൻ്റെ ആണിപ്പഴുതുകളിൽ വിരലിട്ടല്ലാതെ, നിൻ്റെ വിലാപ്പുറത്ത് ഞാൻ കൈയിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞ ആ ഒരു വാക്യം വെച്ചിട്ടാണ് യേശുവിനെ 3 ആണിമേൽ തറച്ചു കൊന്നു എന്നുള്ള അസംഷനിലെത്തിയിരിക്കുന്നത്. തോമാച്ചൻ്റെ ഒരു വാക്കാണ്. തോമാച്ചൻ പറഞ്ഞിരിക്കുന്ന ആണിപ്പാടും വിലാപ്പുറത്തിനൊക്കെ വേറെ അർത്ഥമുണ്ട്. അത് തോമസ് എഴുതിയ ഒരു ഗോസ്പലുണ്ട്, ദ ഗോസ്പൽ ഓഫ് തോമസ്. അത് വായിക്കുമ്പോൾ അത് വ്യക്തം എന്താണെന്നുള്ളത്. അത് ബൈബിളിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ബൈബിളിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്നത്തെ മതം നിലനിൽക്കത്തില്ല. അതുകൊണ്ട് അതിനെ മനഃപൂർവ്വം മാറ്റിയിട്ടേക്കുവാണ്. അപ്പോൾ ഗോസ്പൽ ഓഫ് തോമസ് വായിച്ചു കഴിഞ്ഞാൽ അത് PDF അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് വെർഷനാണെന്നേ ഉള്ളൂ, നെറ്റിൽ അവൈലബിൾ ആണ്. ആര് നോക്കിയാലും അത് PDF വേർഷൻ ഇതിനകത്ത് നെറ്റിനകത്തുനിന്ന് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് വായിക്കുമ്പോഴത്തേക്ക് എന്താണ് തോമാച്ചൻ ഉദ്ദേശിച്ചതെന്നുള്ളതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി തോമാച്ചൻ തന്നെ എഴുതിയിട്ടുണ്ട്. അതിനൊരു ആത്മീയ അർത്ഥമുണ്ട്. അതുപോലെ തന്നെ മഗ്ദലക്കാരത്തി മറിയ എഴുതിയ സുവിശേഷമുണ്ട്. അതും ബൈബിളിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതും കൂടെ ബൈബിളിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്നത്തെ പള്ളി സിസ്റ്റം ഒന്നും നിലനിൽക്കത്തില്ല. അതുകൊണ്ട് മനഃപൂർവ്വം അത് ഉൾപ്പെടുത്താതിരിക്കുന്നതാണ്. യേശുവിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ശിഷ്യ എന്ന് പറയുന്നത് ഈ 12 അപ്പോസ്തലന്മാരെക്കാളും ഏറ്റവും കൂടുതൽ യേശുവുമായിട്ട് കണക്റ്റഡായിട്ട്, ആത്മീയമായിട്ട് കണക്റ്റഡായിട്ട് നിന്ന വ്യക്തി എന്ന് പറയുന്നത് മഗ്ദലക്കാരത്തി മറിയയാണ്. ആ മഗ്ദലക്കാരത്തി എഴുതിയ സുവിശേഷം ബൈബിളിനകത്ത് ഉൾപ്പെടുത്താതിരിക്കുന്നത് വളരെ മോശമാണ്. അതും PDF ഇന്ന് അവൈലബിൾ ആണ്. സോ അതിനകത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആത്മീക മർമ്മങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നത്. ആ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കണം. അപ്പോഴാണ് മതം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കള്ളത്തനം പുറത്തു വരുന്നത്. ഞാൻ ഈ ഗലാത്യ ലേഖനം 4-ാം അധ്യായം പറഞ്ഞില്ലേ,
അതിനകത്ത് ജസ്റ്റ് ഒരു കാര്യം ഞാൻ ഒന്ന് കാണിച്ചു തരാം, വായിക്കാം. ഗലാത്യർ ലേഖനം 1 മുതൽ. അതിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം പറഞ്ഞിരിക്കുന്ന 2 വാക്യം യേശുവിനെ കുറിച്ചാണ്. അവകാശി, ആരാ അവകാശി? യേശു ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ അവകാശി. അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല എന്ന് പറഞ്ഞാൽ, ഈ ദാസന്മാരെന്ന് പറയുന്നത് അന്നത്തെ മതവക്താക്കളാണ്, പുരോഹിതന്മാരാണ്. അപ്പോൾ യേശു ആ ശൈശവ ദശയിലിരിക്കുമ്പോൾ 30 വയസ്സ് വരെയുള്ള സമയത്ത് ശിശുവായിട്ടാണ് ഇരിക്കുന്നത്. ആരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ? അന്നത്തെ മതവക്താക്കളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി അങ്ങനെ ശൈശവ ദശയിലാക്കി വെച്ചത് എന്താ? 2-ാം വാക്യത്തിൽ പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകർത്താക്കന്മാർക്കും വിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ യേശു എങ്ങനെ ജീവിച്ചു 30 വയസ്സ് വരെ? അന്നത്തെ രക്ഷകർത്താക്കന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഗൃഹവിചാരകന്മാർ, അന്നത്തെ പുരോഹിതന്മാർ, അവർക്കെല്ലാം കീഴ്പ്പെട്ട് എത്ര നാൾ? 30 വയസ്സ് വരെ. ആ 30 വയസ്സെന്ന് പറയുന്നത് പിതാവ് നിശ്ചയിച്ച അവധിയോളം. അത് കഴിഞ്ഞപ്പോൾ മാറി സംഭവങ്ങൾ. അടുത്ത 3.5 വർഷം. ഓക്കെ, ഇതുപോലെ 3-ാം വാക്യം ഇനി നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. ഇതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിൽ കീഴ്പ്പെട്ട് അടിമപ്പെട്ടവരായിരുന്നു. നമ്മളും ജനിച്ചപ്പോൾ പള്ളിക്കും പള്ളി കമ്മിറ്റിക്കും പള്ളിയുടെ ഡോക്ടർസിനും അച്ഛന്മാർക്കും ബിഷപ്പുമാർക്കുമൊക്കെ കീഴ്പ്പെട്ട് തന്നെയാണ്, അടിമത്തത്തിൽ തന്നെയാണ് നമ്മൾ വളർന്നത്. അപ്പം നമുക്കും എന്ത് വെച്ചിട്ടുണ്ട് പിതാവ്? ഒരു അവധി വെച്ചിട്ടുണ്ട്. ആ അവധി കഴിയുമ്പോൾ ആരെപ്പോലെ ആകണം? യേശു മാറിയതുപോലെ, ആ കുരിശിൽ നിന്ന്, ആ മരണത്തിൽ നിന്ന് ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഉയർപ്പിലേക്ക് യേശു മാറിയതുപോലെ നമ്മളും എന്താകണം? ആ പുത്രത്വത്തിനകത്തേക്ക്, അധികാരത്തിലേക്ക്, അവകാശത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ മാറണം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പക്ഷേ ഇതിന് നമ്മളറിയാതെ ഈ മതവക്താക്കൾ എന്ത് ചെയ്തിരിക്കുക? നമ്മൾ ആ ബ്ലൈൻഡ്നെസ്സിനകത്ത്, അജ്ഞതയിൽ നമ്മളെ തളച്ചിട്ടിരിക്കുക. അന്ത്യാത്താഴം എന്നുള്ളത് അതും ഞാൻ വളരെ വ്യക്തതയോടുകൂടി എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അടുത്തൊരു വാക്യം കൂടെ പറയാം, എന്നാലേ അത് കറക്റ്റ് ആകത്തുള്ളൂ. നോക്കിയേ, അതിൻ്റെ 2-ാമത്തെ ഭാഗം. തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ്റെ കീഴെ ജനിച്ചവനായി നിയോഗിച്ചു. ആരെ? യേശുവിനെ. ഏതിൻ്റെ കീഴെ? ന്യായപ്രമാണത്തിൻ്റെ കീഴെ ജനിച്ചവനായി. സോ ഈ ന്യായപ്രമാണത്തിൻ്റെ കീഴെ ന്യായപ്രമാണത്തിൻ്റെ കീഴ് ജനിപ്പിച്ചത് കൊണ്ട് ന്യായപ്രമാണം പറയുന്ന സകലതും അനുഷ്ഠിക്കണം. മതം പറയുന്ന എല്ലാം അനുവർത്തിക്കണം. സോ മതത്തിനകത്തുള്ള ഒരു ആഘോഷമായിരുന്നു പെസഹ. പെസഹ എന്തിനാചരിച്ച് വന്നേ? മോശയുടെ സമയത്ത് ഈജിപ്തിൽ നിന്ന് കനാനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരാടിനെ അറുത്ത് അതിൻ്റെ രക്തം കട്ടളപ്പടിയിൽ തേച്ച് ആടിൻ്റെ മാംസം ഭക്ഷിച്ചിട്ടാണ് അവർ പുറപ്പെടുന്നത്. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ പ്രാവശ്യവും അവരെന്ത് ആഘോഷിക്കുന്നത്? പെസഹ ആഘോഷിക്കുന്നത്. ഏതിൻ്റെ ഓർമ്മയ്ക്ക്? അന്ന് പെസഹ കുഞ്ഞാട്, ഏത്? ഈജിപ്തിൽ അറുക്കപ്പെട്ട ആടിൻ്റെ ഓർമ്മയ്ക്കാണ് അവർ ആഘോഷിക്കുന്നത്. അപ്പോൾ യേശുവും അത് അനുവർത്തിച്ച് വന്നു. എന്തുകൊണ്ടാണ്? ന്യായപ്രമാണത്തിൻ്റെ കീഴെ ജനിച്ചതുകൊണ്ട്. അപ്പോൾ യേശു ഇപ്പോൾ അടുത്ത വർഷം മുതൽ ഇനി എന്തിന് ആഗ്രഹിക്കുന്നില്ല? ന്യായപ്രമാണത്തിൻ്റെ കീഴെ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അടുത്ത വർഷം മുതൽ അതിൻ്റെ വെളിയിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മാറാൻ പോവുകയാണ്. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ കീഴെ ഏറ്റവും അവസാനമായി അനുഷ്ഠിക്കുന്ന പെസഹയാണ് അന്ത്യത്താഴം. അതിനെയാണ് ഇന്ന് എന്താക്കി വെച്ചേക്കുന്നത്? അവസാനത്തുള്ള അന്ത്യത്താഴം എന്ന് പറഞ്ഞ് നമ്മളിന്ന് കത്രമേശയായിട്ടോ തിരുവത്താഴമായിട്ടോ വിശുദ്ധ കുർബാനയൊക്കെ ആയിട്ട് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മളിപ്പോൾ വെച്ചേക്കുന്നത്. പക്ഷേ പെസഹ കഴിക്കുന്നത് ആരാണ്? ആ ആഘോഷം നടത്തുന്നത് ആരാണ്? യഹൂദന്മാരുടെ ആഘോഷമാണ്. ന്യായപ്രമാണത്തിൻ്റെ കീഴെ നിൽക്കുന്ന ആൾക്കാരാണ് പെസഹ ആഘോഷിക്കുന്നത്. നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ കീഴെയാണോ? അല്ല. ഞാൻ വായിക്കുന്നത് റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 4 മുതൽ 6 വരെ. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. അപ്പോൾ യേശു മരിച്ചത് എങ്ങനെയാണ്? ന്യായപ്രമാണ സംബന്ധമായി. നമ്മൾ മരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ന്യായപ്രമാണ സംബന്ധമായി. അപ്പോൾ ആ മരണം രണ്ടും അവിടെ വന്നു. അപ്പോൾ നമ്മുടെ മരണം എങ്ങനെയുള്ളതല്ല? ഫിസിക്കലല്ല. യേശുവിൻ്റെ മരണം എങ്ങനെയുള്ളതല്ല? ഫിസിക്കലി അല്ല. അപ്പോൾ ന്യായപ്രമാണ സംബന്ധമായി നമ്മൾ എന്ത് ചെയ്തിരിക്കുക?
മരിച്ചിരിക്കുക. അപ്പം നമ്മൾ ഏതിൻ്റെ മരിക്കണം? ന്യായപ്രമാണത്തിൽ നമ്മൾ മരിക്കണം. ക്ലിയർ? ഓക്കെ. അടുത്ത്, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിൻ്റെ ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ഇനി ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് നാം മരിച്ചിരിക്കൊണ്ട് അക്ഷരക്കത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ ദൈവത്തെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. അപ്പം നമുക്ക് ന്യായപ്രമാണം ഇനി ഉണ്ടോ? ഇല്ല. അപ്പം ന്യായപ്രമാണത്തിനകത്തുനിന്ന് ഒഴിവുള്ളതാണെങ്കിൽ പിന്നെ ഏതിൻ്റെ ഓർമ്മ ചെയ്യാൻ പാടില്ല? പെസഹയുടെ ഓർമ്മയായിട്ടുള്ള അന്ത്യാത്താഴവും ആ അന്ത്യാത്താഴയുടെ ഓർമ്മയായിട്ടുള്ള വിശുദ്ധ കുർബാനയും അല്ലെങ്കിൽ തിരുവത്താഴവും നമുക്ക് ബാധകമല്ല. നമ്മൾ അതിനകത്തുനിന്ന് മാറ്റി. പക്ഷെ നമ്മളിപ്പോൾ ഏതിനകത്താണ്? യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ആത്മപ്രമാണം, ആത്മാവിൻ്റെ ജീവിതശൈലി, കൾച്ചറിലാണ് ഇനി നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. അത് പഠിപ്പിക്കാനായിട്ട് ദൈവ അച്ഛന്മാരെയും ബിഷപ്പുമാരെയും പാസ്റ്റർമാരെയും എന്ത് ചെയ്തിട്ടില്ല? അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. അത് ദൈവത്താൽ അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള അനന്യാസിനെ പോലെ, പൗലൂസിനെ പോലെ, ഫിലിപ്പോസിനെ പോലെ ദൈവത്തിൻ്റെ അപ്പോയിൻമെൻറ്റിൽ നിൽക്കുന്ന, ദൈവത്തിൻ്റെ നിയുക്തിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ദൈവം നിയോഗിച്ച വ്യക്തികളായിരിക്കണം. ഒന്നുകൂടെ ആത്മപ്രമാണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരിലല്ല ശുശ്രൂഷ ഇരിക്കുന്നത്? അച്ഛന്മാരിലോ പാസ്റ്റർമാരിലോ ബിഷപ്പുമാരിലോ അല്ല ശുശ്രൂഷ. പിന്നെ ആരില്ല? ദൈവം നിയോഗിക്കുന്ന അനന്യാസിനെ പോലെ, ഫിലിപ്പോസിനെ പോലെ, പൗലൂസിനെ പോലെയുള്ള വ്യക്തികളിലൂടെ മാത്രമേ പിന്നെ എന്ത് നടക്കത്തുള്ളൂ? ആത്മാവിൻ്റെ വളർച്ച ദൈവം ചെയ്യത്തുള്ളൂ. പൗലൂസിനെ ആത്മപ്രമാണത്തിൽ കണക്റ്റായിട്ട് അവിടെ പൗലൂസിനെ അതിനെ സജ്ജമാക്കാനായിട്ട് വിളിച്ചു വരുത്തിയതാരെയാ? അനന്യാസിനെ. എന്താ ഒരു പുരോഹിതനെ കൊണ്ടുവരാത്തെ? എന്താ ഒരു മഹാപുരോഹിതനെ കൊണ്ടുവരാത്തെ? പറ്റില്ല. അവരേതിൻ്റെ കീഴിൽ നിൽക്കുന്നവരാ? ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ നിൽക്കുന്നവരാ. അനന്യാസ് ഇപ്പോൾ എവിടെ നിൽക്കുന്ന വ്യക്തിയാ? ദൈവത്തിൻ്റെ പ്രമാണത്തിൽ, ആത്മപ്രമാണത്തിൽ മുന്നോട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ ഇപ്പോൾ പൗലൂസിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നേർവഴിക്ക് നടത്താൻ പറ്റത്തുള്ളൂ. ഗസ്സയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ആരോട് പോകാൻ പറഞ്ഞു? ഫിലിപ്പോസിനോട് പോകാൻ പറഞ്ഞു. എന്താ ഷണ്ണൻ്റെ അടുത്തൊരു പുരോഹിതനായിരിക്കാത്ത? എന്താ ഷണ്ണന് തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന ആത്മസത്യം മനസ്സിലാക്കാനായിട്ട് ഒരു മഹാപുരോഹിതനായിരിക്കാത്ത? എന്താ? അവർ ന്യായപ്രമാണത്തിൻ്റെ കീഴെ കിടക്കുകയാണ്. ഇന്നും പുരോഹിതന്മാരും ബിഷപ്പുമാരും പാസ്റ്റർമാരും എല്ലാം എവിടെ കിടക്കുക? ന്യായപ്രമാണത്തിൻ്റെ കീഴെ കിടക്കുക. സോ ആ ഷണ്ണന് തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്ന ആത്മജ്ഞാനം ലഭിക്കണമെങ്കിൽ ആത്മജ്ഞാനത്തിൽ ജീവിക്കുന്ന ഫിലിപ്പോസിനെ ദൈവത്തിനോട് കൊണ്ടുപോകണം. സോ പുതിയ നിയമത്തിനകത്ത് എവിടെയൊക്കെ നിങ്ങൾ നോക്കിക്കോ, അവിടെയെല്ലാം ദൈവിക ശുശ്രൂഷ ചെയ്യുന്നത് പുരോഹിതന്മാരല്ല, ദൈവത്താൽ നിയുക്തരായ ആത്മപ്രമാണത്തിൽ ജീവിക്കുന്ന അഭിഷേകം കിട്ടിയ മനുഷ്യരാണ്. ഇന്നും അത് തന്നെ, ഇന്ന് പുതിയ നിയമത്തിൻ്റെ കാലഘട്ടമാണെങ്കിൽ ഇന്നും അത് തന്നെ പുരോഹിതന്മാരോ പാസ്റ്റർമാരോ ബിഷപ്പുമാരോ പോപ്പോ അല്ല ചെയ്യേണ്ടത്. ആരാ ചെയ്യേണ്ടത്? ദൈവത്താൽ അഭിഷേകം ചെയ്ത വ്യക്തികൾ ചെയ്യണം. അന്ന് യേശുവിനെ ആരെങ്കിലും അംഗീകരിച്ചോ? ഇല്ല. അന്ന് പൗലൂസിനെയും അഭിഷേകം കിട്ടിയ വ്യക്തികളെ ആരെങ്കിലും അംഗീകരിച്ചോ? ഇല്ല. ഇന്നും അഭിഷേകം കിട്ടിയ വ്യക്തികളെ ജനങ്ങൾ അംഗീകരിക്കത്തില്ല. ആരെ അംഗീകരിക്കത്തുള്ളൂ? സോ കോൾഡ് പാസ്റ്റർമാരെയും ബിഷപ്പുമാരെയും അച്ഛന്മാരെയും ഇന്ന് ജനങ്ങൾ അംഗീകരിക്കത്തുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം അപ്പോയിൻ്റ് ചെയ്യുന്നത് ദൈവത്താൽ നിയുക്തരായ വ്യക്തികളെയാണ്. ആരെയല്ല? അച്ഛന്മാരെയും പാസ്റ്റർമാരെയും അല്ല. ദുഃഖവെള്ളി ആവശ്യമില്ല, പിന്നെ മോണ്ടി തേഴ്സ്ഡേയും ആവശ്യമില്ല, കർത്താവിൻ്റെ മേശയും ആവശ്യമില്ല, കുർബാനയും ആവശ്യമില്ല, സ്നാനവും ആവശ്യമില്ല. ഇന്ന് ബൈബിളിൻ്റെ പേരിൽ തട്ടിക്കൂട്ടിയിരിക്കുന്ന ഒരു പരിപാടിയും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് കിടന്നോട്ടെ, നമുക്ക് ഒരു പബ്ലിക് ഹോളിഡേ നമുക്കിപ്പോൾ ഫാമിലിയോടൊപ്പം അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ വല്ല അടിച്ചു പൊളിക്കാനായിട്ട് ഒരു ഗുഡ് ഫ്രൈഡേയും ഒരു ഈസ്റ്ററൊക്കെ ഇരിക്കട്ടെ, അല്ലേ? ഇന്ന് മതം പ്രഖ്യാപിച്ചിരിക്കുന്ന വിശുദ്ധമായ ഗുഡ് ഫ്രൈഡേയും വിശുദ്ധമായ ഈസ്റ്ററൊന്നും വിശുദ്ധമല്ല. അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളാണ് വിശുദ്ധം. ഈ പറഞ്ഞിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളെല്ലാം കപടത മാത്രമാണ്. ഓക്കെ. അപ്പോൾ യേശു കുരിശിൽ മരിച്ചോ? ഫിസിക്കലി യേശു കുരിശിൽ മരിച്ചില്ല. യേശു കുരിശിൽ മരിച്ചോ? യെസ്. ആത്മീയതയിൽ ന്യായപ്രമാണ സംബന്ധമായി അവൻ മരിച്ചു. ആ മരണം നമുക്ക് ആവശ്യമാണോ? നമുക്ക് ഫിസിക്കൽ മരണം ആവശ്യമില്ല. യേശു ന്യായപ്രമാണ സംബന്ധമായി മരിച്ചതുപോലെ നമുക്കും ന്യായപ്രമാണ സംബന്ധമായ ഒരു മരണവുമുണ്ട്, ആത്മാവിൻ്റെ ജീവിതത്തിലുള്ള ഒരു ഉയർപ്പുമുണ്ട്. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് അന്നും എന്നും ആഗ്രഹിക്കുന്നത്. ഇതാണ് ഉയർപ്പിൻ്റെ സന്ദേശം.
ഇതാണ് ക്രൂശിൻ്റെ സന്ദേശം.